വർക്കല സൈലൻ്റ് ബീച്ചിന് സമീപം ഞാൻ കണ്ട കാഴ്ചയാണ്. അവിടെ ചെന്നപ്പോൾ ഉള്ള നൂതന രീതിയിലുള്ള ചൂണ്ടയുമായിട്ട് 3 ചേട്ടന്മാരിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ സാധാരണ വീഡിയോയിലൊക്കെ കാണുന്ന ഇങ്ങനെ ചൂണ്ട കുരുക്കി എറിയുന്ന കുറച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ചൂണ്ട വീണ് അടുത്ത സെക്കൻഡിൽ മീൻ കയറി പിടിച്ച് വലിച്ചു കയറ്റുന്ന വലിയ മീൻ, അങ്ങനെയൊക്കെയുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. ആ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാനവിടെ ചെന്നത്. അപ്പം നമുക്ക് കാര്യങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. പെട്ടെന്ന് മീൻ കിട്ടുമോ നോക്കാം. പുള്ളി പറഞ്ഞ ആ പച്ച കവറിൽ ഇരിപ്പുണ്ടെന്നാണ്. അതിനെന്തെങ്കിലും പച്ച കവറിൽ പോയി നോക്കാം. അപ്പം ഇവിടെ വേറെ ചേട്ടനും നിന്ന് പിടിക്കുന്നുണ്ട്. അപ്പം ചൂണ്ടിടാനായിട്ടൊരു കൊഞ്ചാണ് കട്ട് ചെയ്ത് ചൂണ്ടയിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് പിടിച്ച മീനാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഈ കവറിരിക്കുന്ന മീനാണ് ഇന്നുവരെ പിടിച്ച മീൻ. കൊഞ്ച് രണ്ടോ മൂന്നോ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് ഒരു ചൂണ്ട തന്നെ 3-4 പോയിൻറ്റുകളിലാണ് കുരുത്തിയിടുന്നത്. അതുപോലെ തന്നെ ചൂണ്ട തെറിച്ച് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സൈക്കിൾ ചെയിൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ചൂണ്ടിരിഞ്ഞായിട്ടത് വെയിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ചേട്ടൻ അത് ഇതൊക്കെ ഇട്ട്, അതായത് നമ്മുടെ ചൂണ്ടയിൽ ഈര കോർത്ത്, അതുമാത്രമല്ല നല്ല ഒരു ആയാസമുള്ള പണിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഈ വെയിലെന്ന് പറഞ്ഞാൽ അല്ല, നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നത് ഫോണിനകത്ത് എനിക്ക് വലിയൊന്നും കാണാൻ പറ്റില്ല. ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്ക് ജസ്റ്റ് കാര്യം ഇങ്ങനെ വീഡിയോ എടുത്ത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ക്ലിയർ ഇല്ല എന്തിനാണ് വെയിറ്റ് ഇട്ട് ആ വെയിറ്റിൻ്റെ ഇതുകൊണ്ടാണ് ഇത് തെറിച്ചങ്ങ് പോകണം കേട്ടോ. തെറിച്ച് പോയി പാറയിൽ അപ്പുറത്ത് പോയി വീഴുന്നുണ്ട്. പിന്നെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ വലിയ പ്രയാസമാണ്. അവിടെ ചൂണ്ട അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് മീൻ കിട്ടുമല്ലെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞു ചിലപ്പോഴിങ്ങനെ ഇരിക്കും, 1 മണിക്കൂർ 1/2 മണിക്കൂറൊക്കെ ഇരുന്ന് നോക്കാം. ചിലപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സൈറ്റിലോട്ട് അവർ പോകുന്നതാണ് പറയുന്നത്. പല സമയത്ത് മീനിൻ്റെ ലഭ്യതയും കാര്യങ്ങളൊക്കെ കണക്കാക്കിയൊക്കെയാണ്. അവരുടെ ചോദിച്ചപ്പോൾ ഈ ഒരു ചൂണ്ടയ്ക്ക് 7000 രൂപ മുതലാണ് വില വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ നൂല് ശങ്കൂസ് വേറെ, പിന്നെ ഈ കറക്കുന്ന സ്പ്ലിറ്റ് വേറെയൊക്കെയാണ്. അപ്പോൾ ആ സ്പ്ലിറ്റ് ആ മെഷീൻ പുതിയതാണെന്ന് പറഞ്ഞു. പിന്നെ സ്പ്ലിറ്റ് തന്നെയാണെന്ന് എനിക്കറിയാം. കറക്കുന്ന സാധനം ഉണ്ടല്ലോ നമ്മളെ കാണാം, അത് പുതിയതാണെന്ന് പറഞ്ഞു. കാരണം ഈ ചേട്ടൻ ഇപ്പോൾ ഞാൻ അവിടെ ഇതിൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ് കണക്ക് ഈ ചൂണ്ടയിൽ ഇര കോർത്ത ഇടുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ സാധാരണ വീഡിയോ കാണുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. വന്നിരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന്, ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ഇരുന്നിരുന്നാണ് മീൻ കിട്ടുന്നത്. ഞാനോട് ചോദിച്ചപ്പോൾ അവർ സ്ഥിരം വള്ളപ്പണിക്കാരൊക്കെയാണ്. അപ്പം അത് വെള്ളമില്ലാത്തതുകൊണ്ട് വള്ളപ്പണിക്ക് പോകാത്തതുകൊണ്ടാണ് ചൂണ്ടയിടുന്നത്. ഇപ്പം ഇന്നത്തെ കാര്യങ്ങൾ തിരക്കിയപ്പോഴത്തേക്കാണ് അതിങ്ങനെ പറഞ്ഞത്. ഞാനത് 2 മണിക്കൂർ 3 മണിക്കൂർ ചിലപ്പോൾ ഇങ്ങനെ മാറി പോകും. ഇതൊരു ഈ വർക്കല പ്രദേശത്ത് മാത്രമാണ് ചൂണ്ടയിടുന്നത്. കടലിൽ പോവും, അല്ല വർക്കല പ്രദേശത്ത് മാത്രമാണ്. ഇപ്പം എനിക്ക് ചൂണ്ട പൊട്ടയും കണ്ട ചെയ്തെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് എക്സ്ട്രാ ഒരു ചൂണ്ടക്കകത്ത് തന്നെ മെയിൻ ചൂണ്ട റോപ്പിനകത്ത് സബ്ബായിട്ട് ശിഖരങ്ങൾ കണക്ക് ഇങ്ങനെ വേറെ ഇങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് ഇരയും കോർത്തമാക്കി ഇടുന്നത്. പിന്നെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ കൊച്ചു മീനുകളാണ്, ചെറിയ മീനുകൾ. അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കാണുന്ന അത്ര രസമല്ല കേട്ടോ. അവിടെ പോയി നേരിട്ട് കാണുന്നതായാലും ക്ഷമയില്ലാത്തവർക്ക് പറ്റാത്തൊരു പരിപാടിയാണ്. ഇങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ കാത്തിരിക്കണം. നമ്മൾ ഇന്നസെൻ്റ് ഒരു സിനിമയ്ക്കകത്ത് പറയത്തില്ലേ, നമ്മുടെ ഉള്ളിലെ വെറുപ്പും ശത്രുതയും അതൊക്കെ ഉള്ളിലൊതുക്കി അവസരത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. കണക്ക് ഇരയിട്ട് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് ചിലപ്പം കൊത്തും, ചിലപ്പോൾ അവർ അന്നദാനം കഴിച്ചുകൊണ്ട് പോകും. അതൊക്കെ നോക്കിയിരുന്നു ഭയങ്കരമായിട്ടോ ക്ഷമ വേണമെന്ന കാര്യമാണ് ഈ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതിനിടെ പുള്ളിയുടെ സുഹൃത്ത് വിളിച്ച് ഇവിടെ നിന്നൊക്കെ ചിലരെന്നൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവർ വള്ളത്തിൽ പോണ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വേറെയും പറഞ്ഞാൽ ഈ നമ്മൾ വീഡിയോ എടുക്കുന്നവർക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കാം, എന്നാലും അവരൊന്നും പറഞ്ഞതൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ്. ഈ ചൂണ്ടയ്ക്ക് കുരുക്കാനുള്ള മീനാണ് കൊണ്ടുവന്നതിനോട് ഇരിക്കുന്നത്. കത്തി വെച്ച് ഒരു കൊഞ്ച് 2-3 പീസൊക്കെ ആക്കിയിട്ടാണ് അവർ ഇട്ട് കൊടുക്കുന്നത് മീൻ കഴിക്കാനായിട്ടെ. അപ്പം ചിലപ്പം മീനിൻ്റെ സമയം ശരിയില്ലെങ്കിൽ ചൂണ്ടയിൽ കയറി കൊരുത്തിഞ്ഞ് വരും. നേരെ മറിച്ച് ഇവരുടെ സമയം ശരിയില്ലെങ്കിൽ മീനെ തിന്നുകൊണ്ട് പോകും. അതൊക്കെയാണ് ചൂണ്ടയിടുന്നതുള്ള പ്രത്യേകതയാണ്. ഞാൻ ഈ ഭാഗത്ത് അങ്ങനെ അധികം കണ്ടിട്ടില്ല, സ്ഥിരം വരുന്നില്ല. എന്നാലും വരുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചൂണ്ടെടുക്കണം. നമ്മൾ പരവൂര് പൊഴിക്കര ഭാഗത്താണെങ്കിൽ സ്ഥിരം ചൂണ്ടിടുന്നതാണ്. അവിടെ ഈ പൊഴി കയറി ഇറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും മീനിൻ്റെ ലഭ്യതയുണ്ടെന്നാണ് പൊതുവെ അവിടെ പോകുന്ന ആൾക്കാർ പറയുന്നത്. പിന്നെ ഈ കടലിൽ ഇവിടെ ഒന്നും ഇതിന് കുഴപ്പമില്ലെന്ന്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഞാനാണെങ്കിൽ ഇപ്പം ആര്യങ്കാവിൽ പോയപ്പോഴത്തേക്ക് ആര്യങ്കാവിൽ കാട്ടിനകത്ത് ആറിൽ നിന്ന് മീൻ പിടിച്ചിട്ട് വന്നിരുന്നത്.
അപ്പോൾ അവർ പറഞ്ഞിട്ട് ഒരു കവർണത്തൊക്കെ ഇട്ട് മറച്ചിട്ടുണ്ട്. നമ്മൾ ചായ പിടിക്കാൻ ഇപ്പോൾ അവിടെ കൊണ്ടുപോകും. അപ്പോൾ അവർ പറഞ്ഞാൽ അവിടെ കയറി മീൻ പിടിച്ചുവിടാം, മീൻ പിടിച്ച ഫോറസ്റ്റുകാർ കണ്ട അത് ഒരു കേസാക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്നുവെച്ചാൽ അതിന് വേറെ കാര്യം അവർ പറഞ്ഞത് നിയമവശങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കാട്ടിൽ കയറി അവിടെ ആറ്റിൽ ഇറങ്ങി മീൻ പിടിച്ചതിൽ 2-3 പേര് വീണ് മരിക്കുകയൊക്കെ ചെയ്ത്, അങ്ങനെ അപകട സാധ്യത ഉള്ളതുകൊണ്ട് ഇറങ്ങി പിടിക്കാനുള്ള ശ്രമിച്ചപ്പോഴാണ് മരിച്ചത്. അതുകൊണ്ടാണ് അവിടെ മീൻ പിടിക്കാൻ സമ്മതിക്കാത്തത്. എന്നിട്ടാണ് അങ്ങനെ ഒരു മീൻ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ കവറിനകത്തിട്ട്, സാധാരണ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അവർ തൂക്കിക്കൊണ്ടുവരുന്നത് എല്ലാവരും കാണുന്ന രീതിയിൽ, കാരണം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കത്തുള്ളൂ. ഇത് അവിടെയാണെങ്കിൽ നേരെ മറിച്ച് ഒരു കവറിനകത്തിട്ടാണ് കൊണ്ടുവരുന്നത്. കാരണം ക്യാമറകൾ അവിടെ ക്യാമറയൊക്കെ ഇരിപ്പുള്ളതുകൊണ്ട് ഒരു മറച്ച് കൊണ്ടുവരുമെന്ന്. എന്നിട്ട് കൊണ്ടുപോയി ആ കോട്ടയം സൈഡോട്ടൊക്കെയാണ് വിൽക്കുന്നത്. അപ്പം നമ്മൾ ഒരു 3 മീനായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. വില തിരക്കിയപ്പോഴത്തേക്ക് അവർ പറയുന്നത് 2000 രൂപ ആണ് അതിൻ്റെ വിൽപ്പന എന്നുള്ളത്. കോട്ടയം സൈഡോട്ടൊക്കെ നല്ല വില ഒന്ന് ആളെടുക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാമേ, നമ്മൾ ഇതിനുള്ള മീനുകൾ കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. നമ്മൾ വാങ്ങിക്കുന്ന ചന്തയിലോ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്നോ അല്ലെങ്കിൽ കൊല്ലം ഹാർബറിലങ്ങനെ പോകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ വാങ്ങിച്ചുള്ളൂ. നമുക്ക് ഈ കായൽ മീനിൻ്റെ വില വരാറും നമുക്കറിയണ്ട. എന്നാലും ഈ വായു സംബന്ധ അസുഖമുള്ളവർക്ക് ഒക്കെ നല്ലതാണെന്ന് പറയും. ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് കായൽ മീൻ തിന്നുന്നത് നല്ലതാണ് എന്ന് പറയും. ഇത് കായൽ മീനല്ല, കടൽ മീനാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ സംസാരിച്ച് വന്ന രീതിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെ നല്ല രസം കേട്ടോ ഇവിടെ വന്ന് ഇരിക്കാനായിട്ട്. വെയിലില്ലെങ്കിൽ, ഈ വെയിലത്തുനിന്ന് ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനിത് ഇരുന്ന് ഇത്ര നേരമായിട്ട് ഒരു ചൂണ്ടയിൽ മീനൊന്നും കൊത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങളെ വേണമെങ്കിൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് പറയാം മീൻ പിടിച്ച് കിട്ടിയെന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഈ വീഡിയോ ഒരു 8 മിനിറ്റോളം ഉണ്ട്. ആ 8 മിനിറ്റ് വരെ മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോഴത്തേക്ക് എന്നെ ഗസ്റ്റ് വിളിച്ചായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു പോവുകയാണ്. എന്തായാലും അവർക്ക് കൂടുതൽ മീനൊക്കെ കിട്ടുന്ന പറയുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു മുമ്പ് സ്ഥിരം പിടിച്ചോണ്ടെന്നല്ല, ഈ സ്ഥലത്താണ് കണ്ടെയ്നർ അടിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഒരു കണ്ടെയ്നർ കിടക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നില്ല, ഞാൻ ബയോയിൽ കൊടുത്തേക്കാം എൻ്റെ ലിങ്ക്. അപ്പോൾ ആ സ്ഥലമാണിത്. ഇനി കണ്ടെയ്നർ അടിഞ്ഞുകൊണ്ട് മീനുകൾ ലഭ്യത കുറവാണോ എന്നും അറിയാൻ വയ്യ. അതുപോലെ തന്നെ ഇവർ ഇപ്പം വർക്കല പൊഴിയുണ്ടല്ലോ, വർക്കല നമ്മളെ തിരുവനന്തപുരം പെരുമാതുറ പോകുന്നതിലേക്കുള്ള പൊഴിയുണ്ടല്ലോ, ആ പൊഴിയൊക്കെ അടച്ചൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് മീൻ കുറവായിരിക്കും. അപ്പോൾ ഈ ചൂണ്ടടന്ന് ഇങ്ങനെ പിടിക്കും കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പം മീനൊക്കെ ഇട്ട് മീൻ പിടിച്ചെന്നൊക്കെ. പാപ്പോട്ട് ഇത് കറക്കി വലിച്ച് കയറ്റുമ്പോൾ അതൊന്നുമില്ല. മീൻ അതിൻ്റെ തീറ്റ നിന്നുകൊണ്ട് പോവുകയും ചെയ്തു. ഈ ചൂണ്ടയായിട്ടിരിക്കുന്നത് കണ്ട ഇതൊന്നുമില്ല. ഇതൊക്കെ താഴെ ആ ഇരുമ്പ് വരച്ചിട്ടൊക്കെ അടുത്ത് തീറ്റ പോയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പുള്ളി കറക്കി അടിച്ചിട്ട്, പക്ഷേ അങ്ങ് ഒരുപാട് ഇവർത്തൊട്ടൊന്നും അടിച്ചിടുന്നില്ല, ജസ്റ്റ് അടിച്ച് നിന്നിട്ടങ്ങ് എടുക്കുകയാണ് കേട്ടോ. എന്തായാലും ഈ വീഡിയോക്കകത്ത് മീനൊന്നും കിട്ടുന്നില്ല. പിന്നെ നമുക്ക് കടല കണ്ടുകൊണ്ട് ഇരിക്കാം, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് കാണാം.